ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള പതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് 53 വയസ്സുള്ള കൃഷ്ണറാവു വസിറെഡ്ഡിയും ആളുടെ ഭാര്യയായിട്ടുള്ള 50 വയസ്സുകാരി സുനിതാമ്മയും താമസിച്ചിരുന്നത്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫ് ആയിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഈ അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വീടുകളിൽ പാല് കൊണ്ട് കൊടുത്തിരുന്നത് രമണമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇത്തിരി പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മയായിരുന്നു. അപ്പോൾ അവർ രാവിലെ ഒരു 5 മണി ടൈമൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഈ ഒരു വസിറെഡ്ഡിയുടെ വീട്ടിലൊക്കെ പാലും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാറുള്ളത്. ഏകദേശം ആ ഒരു സമയത്ത് ആൾ രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇവർ തമ്മിൽ കാണാറുണ്ടായിരുന്നു, അതും ഇതും കുശലം പറയാറുണ്ടായിരുന്നു, തമാശ പറയാറുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇവരുടെ ഒരു എന്താ പറയുക എല്ലാ ദിവസത്തിൻ്റെയും ഒരു തുടക്കം കടന്നു പോയിരുന്നത്. അപ്പോൾ 2-3 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു കഥ നടക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 28, 2022. അപ്പോൾ രാവിലെ തന്നെ ഈ പാല് കൊടുക്കുന്ന അമ്മൂമ്മ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു കൃഷ്ണറാവുവിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. ആ ഒരു സമയത്ത് 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കൃഷ്ണറാവുവിൻ്റെ സ്കൂട്ടർ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആൾ പുറത്ത് പോകുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും മറ്റൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ എന്ത് പറ്റി, ഈ ഒരു സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ സാധാരണഗതിയിൽ പുറത്തോട്ട് അതായത് ജോലിക്കായിട്ട് പോകാറുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു അമ്മൂമ്മ ഒരു ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തോട്ട് കയറി നോക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അവർ ജസ്റ്റ് വീടിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും ആ ഒരു ഡോറ് തുറന്നപ്പോഴത്തേനും അവർ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട് അവർ അലറി വിളിച്ചു. അപ്പോഴത്തേനും നൈബേഴ്സും കാര്യങ്ങളും എല്ലാവരും എഴുന്നേറ്റ് അങ്ങോട്ട് ഓടിക്കൂടുകയായിരുന്നു. ആളുകൾ വന്ന് നോക്കുമ്പോൾ ആ ഒരു ഡോറിൻ്റെ അവിടെ വളരെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു കൃഷ്ണറാവുവിനെ ആയിരുന്നു നാട്ടുകാരെല്ലാവരും തന്നെ കണ്ടത്. ഉടനെ തന്നെ അവർ ഈ ഒരു കൃഷ്ണറാവുവിൻ്റെ സഹോദരൻ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. ആളെ വിവരം അറിയിക്കുകയാണ്. സുധാകർ റാവു എന്നായിരുന്നു അനിയന്റെ പേര്. വിവരമറിഞ്ഞ അനിയൻ ഉടനെ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ പോലീസുകാർ, അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് സ്ക്വാഡ് എല്ലാവരും ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ അവർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. പോലീസുകാർ ആദ്യഘട്ടത്തിൽ നോക്കുന്ന ടൈമിൽ എന്താ പറയുക ഒരു ഫോഴ്സ്ഡ് എൻട്രിയും കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. അതേപോലെ വീടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് സേഫുകളും കാര്യങ്ങളെല്ലാം തന്നെ പൊളിച്ചിട്ടുണ്ട്, അലമാരികളെല്ലാം തന്നെ പൊളിച്ചിട്ടുണ്ട്. അതായത് എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അവിടെ വലിയൊരു സേഫ് ഉണ്ടായിരുന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ളത്, അത് മാത്രം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഈ ഒരു സുനിതാമ്മയെ ഇവർ വീട്ടിൽ അന്വേഷിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അവരുടെ മുറിയിൽ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പോലീസുകാർ കണ്ടത്. അപ്പോൾ റോബറിക്ക് വേണ്ടിയുള്ള ഒരു കൊലയായിരിക്കുമെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. അങ്ങനെ 2 സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ട് ഈ ഒരു കേസ് പോലീസുകാർ അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ വയസ്സായ ദമ്പതികളെ ടാർഗറ്റ് ചെയ്ത് ഇത്ര ക്രൂരമായിട്ട് ഇവരെ കൊലപ്പെടുത്തിയത് ആരാണ്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇനി വല്ല റിലേറ്റീവ്സും പണത്തിനോ മറ്റോ വേണ്ടിയിട്ടാണോ ഇവരെ അപായപ്പെടുത്തിയത്? അതുപോലെ തന്നെ രാവിലെ പാല് കൊടുക്കാൻ വന്ന അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും അറിയോ? ഇനിയിപ്പോൾ ഈ കൃഷ്ണറാവുവിന് 2 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്, അവർക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഇങ്ങനെ പല രീതിയിൽ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പ്രസീൻ ദിസ് സൈഡ്. ഈ മരിച്ച കൃഷ്ണറാവു സുനിതാമ്മ ദമ്പതികൾക്ക് 2 ആൺകുട്ടികളായിരുന്നു. മൂത്ത മകൻ്റെ പേര് സായിചന്ദ് എന്നായിരുന്നു. ആൾ വിശാഖപട്ടണത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ആൾ അവിടെ സെറ്റിലായിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ മകൻ്റെ പേര് ഗോപിചന്ദ് എന്നായിരുന്നു. ആൾ നെല്ലൂർ ഒരു ഹോട്ടൽ നടത്തി വരികയായിരുന്നു. ആളും അവിടെയായിരുന്നു സെറ്റിലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിവരമറിഞ്ഞ മക്കൾ 2 പേരും അങ്ങോട്ട് എത്തുകയാണ്. അതിനിടയിൽ പോലീസുകാർ നൈബേഴ്സിനെയും മറ്റുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു ഇവരുടേത്. ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഒരു ഹോട്ടലായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അതായത് ഒരു കൃഷ്ണറാവും അതുപോലെ തന്നെ സുമിതാമ്മയും കൂടിയിട്ട് നടത്തിയിരുന്ന ഒരു ഹോട്ടലായിരുന്നു അത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നും രാവിലെ 5 മണിക്ക് ആ ഒരു ഹോട്ടലിലോട്ടാണ് ഈ ഒരു കൃഷ്ണറാവു പോകുന്നുണ്ടായിരുന്നത്. സുനിതാമ്മ അതിനുശേഷം വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണി ടൈമോട് കൂടിയിട്ട് ഹോട്ടലിലോട്ട് എത്തും. എന്നിട്ട് അവിടെയുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ തന്നെ അവിടെ കുറച്ച് തൊഴിലാളികളും മറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈം ആകുന്ന ടൈമിൽ ഈ ഒരു സുനിതാമ്മ തിരിച്ച് വീട്ടിലോട്ട് വരും. എന്നാൽ ഈ ഒരു കൃഷ്ണറാവു വരുമ്പോൾ നല്ല ലേറ്റ് ആവും, ഒരു 11:30 ടൈമൊക്കെ ആവും. അപ്പോൾ ആള് എന്താ പറയുക പൈസയും കാര്യങ്ങളും കണക്കൊക്കെ നോക്കി ജോലിക്കാരെല്ലാവരെയും പറഞ്ഞു വിട്ട് കടയും പൂട്ടിയിട്ടാണ് നേരെ വീട്ടിലോട്ട് പോകാറുള്ളത്. അപ്പോൾ ഓൾറെഡി ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഈ ഒരു സുനിതാമ്മ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഡോറ് ലോക്ക് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ സാധാരണ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ട് ഡോറ് തുറന്നകത്ത് കയറുന്നതാണ് പതിവ്.
അപ്പോൾ അങ്ങനെയാണ് അവരുടെ റൊട്ടീൻ എന്നുള്ളത് നൈബേഴ്സിനും അറിയാം, അതുപോലെ തന്നെ കടയിലുള്ള എംപ്ലോയീസിനും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ ഉള്ള ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. അപ്പോൾ പോലീസുകാരെത്തിയ ഒരു തിയറി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന ആരെങ്കിലും ആ ഒരു സ്ത്രീ ഉറങ്ങുന്ന ടൈമിൽ വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടാകും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഈ സുനിതാമ്മയെ അപായപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനുശേഷം പിന്നീട് ഒളിച്ചിരുന്നിട്ട് കൃഷ്ണറാവു വന്നപ്പോൾ അയാളെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് മോഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവരുടെ ദേഹത്തൊക്കെ ഗോൾഡ് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ദേഹത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ കൃഷ്ണറാവുവിൻ്റെ ദേഹത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഈ കള്ളന്മാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലമാരകളെല്ലാം തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അവിടെ വലിയൊരു സേഫ് ഉണ്ടായിരുന്നു. ആ ഒരു സേഫും അവർ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മേ ബി ആ ഒരു സേഫ് പൊളിക്കുന്ന സമയത്തുള്ള സൗണ്ടോ കാര്യങ്ങളോ ആയിട്ട് നൈബേഴ്സ് വന്നാലോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. എന്തായാലും ഒരുപാടധികം എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും പിന്നെ ആഭരണങ്ങളും പിന്നെ കുറേയധികം പണവും കാര്യങ്ങളൊക്കെ ആ ഒരു സേഫിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇവർക്ക് പരിചയമുള്ള ആരോ ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്. അങ്ങനെയുള്ളൊരു തിയറിയിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. ഈ ഒരു കൃഷ്ണറാവുവിൻ്റെയും അതുപോലെ തന്നെ ഒരു സുനിതാമ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 26 വർഷങ്ങൾക്ക് മുൻപാണ് അവർ ആ ഒരു ടൗണിലോട്ട് വന്നിങ്ങായിട്ട് താമസം തുടങ്ങുന്നത്, ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരവിടെ ഒരു ഹോട്ടൽ തുടങ്ങുകയായിരുന്നു, അവിടെ ഒരു വാടക വീടെടുത്ത് താമസിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു ഹോട്ടൽ പച്ച പിടിച്ചു, നല്ല രീതിയിൽ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയി. 2 മക്കളെയും അവർ നല്ല രീതിയിൽ പഠിപ്പിച്ചു. ഒരു മകന് നല്ലൊരു ജോലി, അതുപോലെ തന്നെ വേറൊരു മകനൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയി. പിന്നീട് ഒരു 6 വർഷങ്ങൾക്ക് മുൻപ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് ഒരു 6 വർഷങ്ങൾക്ക് മുൻപാണ് അവർ അവിടെ തന്നെ സ്ഥലം, അതായത് അശോക് നഗറിൽ തന്നെ കുറച്ച് മാറിയിട്ട് ഒരു സ്ഥലം വാങ്ങുന്നതും അതുപോലെ തന്നെ ഒരു വീട് വെക്കുന്നതും പിന്നീട് അങ്ങോട്ട് താമസവും കാര്യങ്ങളൊക്കെ മാറുന്നതും. അതായത് നല്ല ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു അത്. അതുപോലെ തന്നെ ഹോട്ടലിലത്തെ കളക്ഷൻ ഉണ്ടല്ലോ, അത് എല്ലാ ദിവസത്തെയും വൈകുന്നേരം അത് നേരെ വീട്ടിലോട്ട് കൊണ്ടുവരായിരുന്നു. ഇതാളുടെ എംപ്ലോയീസിനും അതുപോലെ തന്നെ നൈബേഴ്സിലെ ചിലർക്കൊക്കെ അറിയായിരുന്നു. ഇത്ര കൂടെ ആയപ്പോൾ കേസ് ചെറുതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. പിന്നെ പോലീസിന് ആളുടെ 2 മക്കളുടെ മേലും സംശയം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആളുടെ അനിയൻ്റെ മേലും സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം മക്കളുടെ ഫോൺ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അവരുടെ ലൊക്കേഷൻ കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ചെക്ക് ചെയ്യാണ്. എന്നാൽ അതിൽ നിന്നും സംശയിക്കത്തക്കതായിട്ടുള്ള ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അനിയനെയും പോലീസുകാർ ഇതേപോലെ തന്നെ കോൾ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ട്രേസ് ചെയ്ത് നോക്കുകയാണ്, ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അതിൽ നിന്നും യാതൊരു ലീഡും പോലീസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പോലീസുകാർ അങ്ങനെ നൈബേഴ്സിനെയും അതുപോലെ തന്നെ ഇവരുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നാലും കറക്റ്റായിട്ടുള്ളൊരു ലീഡ് പോലീസിന് ഇങ്ങനെ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഒരു 5 സ്പെഷ്യൽ ടീം പോലീസുകാർ ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ടീമിനും ഓരോ ഡ്യൂട്ടി കൊടുക്കുകയാണ്. അങ്ങനെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്ന പോലീസുകാരിങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർക്ക് എന്തോ ഒരു സംഭവം സ്ട്രൈക്ക് ആവാണ്. 2 പേര് എന്താ പറയുക, ഒരു കർച്ചീഫ് വെച്ച് മുഖം മറച്ച് ഇതേപോലെ തന്നെ നടന്നു പോകുന്നതും ഒരു ബൈക്കിൽ കയറി പോകുന്നതും തുടങ്ങിയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു അത്. എന്തോ ഒരു സസ്പെഷൻ തോന്നിയിട്ട് ഇവരെങ്ങോട്ടാണ് പോയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെക്ക് ചെയ്യാണ്. അങ്ങനെ പല സ്ഥലത്തുള്ള CCTVയുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഇവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. ഇവർ 2 പേരും ഈ ഒരു കൃഷ്ണറാവുവിൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം. അങ്ങനെ ഇവർ ആ ഒരു വീട്ടിലോട്ട് കയറി എന്നുള്ളത് ഏകദേശം ഏറെക്കുറെ ഉറപ്പായി. കുറച്ച് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടി. എന്നാൽ ഇവരുടെ മുഖവും കാര്യങ്ങളും ഒന്നും തന്നെ ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ ഇവരുടെ ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക നൈബേഴ്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ് ഇത് ആരാണെന്നുള്ളത് മനസ്സിലായോ എന്നുള്ളത്. എന്നാൽ അതത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ടും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് കൊണ്ടൊക്കെ തന്നെ ഇത് ആരാണെന്ന് കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്യാനായിട്ട് ആരെ കൊണ്ടും സാധിച്ചില്ല. അടുത്തതായിട്ട് പോലീസുകാർ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ കൃഷ്ണറാവുവിനെ ഓൾറെഡി ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നോക്കുന്നതിനോ മറ്റോ വേണ്ടിയിട്ട് ഹോട്ടലിലോട്ടോ ആളുണ്ടായിരുന്ന പരിസരങ്ങളിലോട്ടോ ഇതേപോലെ തന്നെ കുറ്റവാളികൾ വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ പോലീസുകാർ ഹോട്ടലിലത്തെയും മറ്റും CCTV വിഷ്വൽസ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, പണിക്കാരെല്ലാം പോകുന്ന ആ ഒരു സമയം, അപ്പോൾ 2 പേര് ഇതേപോലെ തന്നെ പോകുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചപ്പോൾ ഇവർ തന്നെയാണ് അവർ എന്നുള്ളൊരു കാര്യം പോലീസിന് ഏകദേശം മനസ്സിലാവുകയാണ്. അങ്ങനെ ആ CCTV വിഷ്വലും അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക ബൈക്കിൽ പോകണേയും അതേപോലെ തന്നെ അങ്ങോട്ട് വരുന്ന CCTV വിഷ്വൽസും കാര്യങ്ങളെല്ലാം തന്നെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഈ 2 CCTV വിഷ്വൽസിലുള്ളതും ഒരേ ആളുകൾ തന്നെയാണെന്ന് പോലീസുകാർ മനസ്സിലാക്കുകയാണ്.
അങ്ങനെ അതാരാണെന്ന് പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് അവർ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഇത് ഇവരുടെ ഹോട്ടലിൽ പണി ചെയ്യുന്ന 2 ആളുകളായിരുന്നു. ഇവർ ഈ ഒരു എന്താ പറയുക മരണത്തിന് ശേഷവും അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്ന ടൈമിലും അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സജീവ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ മേലൊന്നും ആർക്കും തന്നെ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഈ 2 പേരിൽ ഒരാളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരാൾ കൃഷ്ണറാവുവിൻ്റെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് കൂടിയാണ്. കലാകന്ത രാമകൃഷ്ണ എന്നാണ് ആളുടെ പേര്. 22 വയസ്സായിരുന്നു ആളുടെ പ്രായം. അതുപോലെ തന്നെ 26 വയസ്സുള്ള ശിവകുമാർ എന്ന് പറയുന്ന വേറൊരു എംപ്ലോയിയുമായിരുന്നു അവർ 2 പേർ. ഇവർ 2 പേരും ഒരുപാട് നാളുകളായിട്ട് ആ ഒരു ഹോട്ടലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാർ ഇവരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ ഇവരുടെ 2 പേരുടെയും വീട്ടിൽ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളതായിട്ട് പോലീസുകാർ നോട്ടീസ് ചെയ്യാണ്. വാഷിംഗ് മെഷീൻ, കട്ടിൽ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവരുടെ വീടുകളിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. സോ ഇവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലായി. സോ ഇവർ 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ കൃഷ്ണറാവുവിൻ്റെ റിലേറ്റീവായിട്ടുള്ള ആ ഒരു രാമകൃഷ്ണനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളൊരു കിടപ്പുവശം പോലീസിന് മനസ്സിലാകുന്നത്. ആദ്യം ഇവർ 2 പേരൊന്നും സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിലും പിന്നീട് പോലീസുകാരുടെ അവരുടേതായിട്ടുള്ള സ്റ്റൈലിലുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അവസാനം നടന്നതെല്ലാം തന്നെ ഇവർ തുറന്നു പറയുകയാണ്. അപ്പോൾ രാമകൃഷ്ണ പറഞ്ഞതനുസരിച്ച് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. ഇവർ എന്താ പറയുക വരുമ്പോൾ തന്നെ ഒരുപാടധികം ഗോൾഡും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ നല്ല കളക്ഷൻ വരുന്നതാണ്. അതൊക്കെ ഇയാൾക്കറിയാം. പിന്നെ പോരാത്തതിന് അവർ രാത്രി വീട് പൂട്ടാറില്ല. ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡാണ് വീട് പൂട്ടാറുള്ളത്. അങ്ങനെയുള്ള എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഇവർക്ക് 2 പേർക്കും അറിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു കടയിൽ നിന്ന് അങ്ങോട്ട് എത്തുന്ന ഒരു ഗ്യാപ്പിനുള്ളിൽ കയറിയിട്ട് മോഷ്ടിക്കാമെന്നുള്ള ഒരു പ്ലാൻ ഇവർക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു കൃത്യം നടക്കുന്നതിനും ഒരു മാസം മുൻപ് ഇവർ അത്തരത്തിലൊരു റോബറി പ്ലാൻ ചെയ്തതാണ്. എന്നാൽ അന്നത് നടന്നില്ല, പാളിപ്പോയി. ആ ഒരു സമയത്ത് ഇവർ ഇതേപോലെ തന്നെ വീട്ടിലോട്ട് കയറാൻ നോക്കിയതിൻ്റെ അതായത് റോബറി അറ്റംപ്റ്റ് നടത്തിയതും കാര്യങ്ങളൊക്കെ കൃഷ്ണറാവുവിനും മറ്റും മനസ്സിലാവുകയാണ്. എന്നാലും പോലീസ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒന്നും പോയില്ലല്ലോ, അവർ വീട്ടിലോട്ട് കയറിയില്ലല്ലോ കള്ളന്മാരെന്നുള്ളൊരു തരത്തിലായിരുന്നു അവരതിനെ വിട്ട് കളഞ്ഞത്. ഇതുകൂടെ ആയപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ധൈര്യം വരികയാണ്. ഇയാൾ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തൂല്ല എന്നുള്ള ആ ഒരു ഇത് വന്നപ്പോൾ. അങ്ങനെയാണ് ഇവർ രണ്ടാമത് ഒരു റോബറി പ്ലാൻ ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും. അപ്പോൾ രാമകൃഷ്ണയുടെ മെയിൻ മോട്ടീവ് പണമായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ശിവകുമാറിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾക്ക് അതിലും കൂടുതൽ ഇവരോട് ദേഷ്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു കൃഷ്ണറാവു ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സുനിതാമയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ കസ്റ്റമേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ഇയാളെ എന്താ പറയുക ചീത്ത പറയാറൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു സ്റ്റൈലിൽ. തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചീത്ത പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇത് പല സമയത്തും ആൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുകയാണ്. അതുപോലെ തന്നെ വളരെയധികം അപമാനിതനായിട്ട് ഫീൽ ചെയ്യുകയാണ്. ഇതിന് അവർക്കൊരു പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക ഇയാൾക്ക് ഓൾറെഡി മുതലാളിമാരോട് ദേഷ്യമുണ്ടെന്നുള്ളത് എന്താ പറയുക മറ്റാൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ഇവർ 2 പേരും കൂടെയും എന്താ പറയുക ഒന്നിച്ചിട്ട് ഇത്തരത്തിലൊരു മോഷണം നടത്താമെന്നുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഇവർ ഹോട്ടലിൽ നിന്ന് നേരെ ഇറങ്ങിപ്പോയത് കൃഷ്ണറാവുവിൻ്റെ വീട്ടിലോട്ടായിരുന്നു. അതിനുശേഷം അവിടെ ഒളിച്ചിരുന്നു. പിന്നീട് കൃഷ്ണറാവു വന്ന ഒരു ടൈമിൽ അയാളെ തലക്കൊരു ഇരുമ്പൊടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു പോക്കറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് അയാളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഇതേപോലെ തന്നെ വീടിനകത്തോട്ട് പോയിട്ട് സുനിതാമയെയും അതേ രീതിയിൽ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് അവർ അലമാരയും കാര്യങ്ങളൊക്കെ തുറന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പണവും അതേപോലെ തന്നെ കുറച്ച് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തങ്ങായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയുമായിരുന്നു. പിന്നീട് ആർക്കൊരു സംശയം തോന്നാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇവരുടെ 2 പേരുടെയും സജീവ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരെയും ആർക്കും യാതൊരു തരത്തിലും സംശയവും ഉണ്ടായിരുന്നില്ല. ഏകദേശം 1,60,60,000 രൂപയായിരുന്നു ഇവർ കൊള്ളയടിച്ചത്. അങ്ങനെ പോലീസുകാർ അവസാനം ഇതെല്ലാം തന്നെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇവരെ ക്രൈം സീനിലോട്ട് കൊണ്ടുപോയിട്ട് അതൊക്കെ റീക്രിയേറ്റ് ചെയ്തിപ്പിച്ച് കാണിപ്പിക്കുകയാണ്. പിന്നീട് തെളിവുകളും കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ ഇവർ 2 പേരും ജയിലിലാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.